നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആദ്യം യൂണിവേഴ്സിറ്റി വാർത്തകൾ. പരീക്ഷാ തീയതി 3ാം സെമസ്റ്റർ PGയുടെ 2019 മുതൽ 2022 വരെയുള്ള അഡ്മിഷൻ റീഅപ്പിയറൻസും 2023 അഡ്മിഷൻ റെഗുലറിൻ്റെയും പരീക്ഷകൾ ഡിസംബർ 3 മുതൽ ആരംഭിക്കും. ടൈം ടേബിൾ വന്നു. പരീക്ഷാഫലം 4ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BBA LLBയുടെ 4ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BCom LLBയുടെ BA LLBയുടെ റിസൾട്ടുകൾ വന്നു. 2ാം സെമസ്റ്റർ PGCS മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഇലക്ട്രോണിക്സ് റിസൾട്ട് വന്നു. 6ാം സെമസ്റ്റർ CBSE 2016 വരെയുള്ള അഡ്മിഷൻ്റെ സപ്ലിമെൻ്ററി റിസൾട്ട് വന്നു. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക. 1ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, 3ാം സെമസ്റ്റർ MA സിറിയക്ക്. വിദ്യാഭ്യാസ ശില്പശാല 19ാം തീയതി മുതൽ തുടങ്ങിയായിരുന്നു. പേറ്റൻറ്റുകളുടെ പ്രദർശനമൊരുക്കാൻ യൂണിവേഴ്സിറ്റി. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ 4ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BA LLB, BBA LLB, BCom LLB പരീക്ഷയ്ക്ക്. പ്രാക്ടിക്കൽ 5ാം സെമസ്റ്റർ BA അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈന്, BA വിഷ്വൽ ആർട്സ്, BA അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ്. പരീക്ഷാ തീയതി 3ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc MA. പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു. നവംബർ 18 ആരംഭിച്ച പ്രൈവറ്റ് രജിസ്ട്രേഷൻ 5ാം സെമസ്റ്ററും അതേപോലെ 3ാം സെമസ്റ്ററിൻ്റെയൊക്കെ സമയപരിധി നീട്ടി. 3ാം സെമസ്റ്റർ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീസ് അടയ്ക്കാനുള്ളത്. 3ാം സെമസ്റ്റർ MCയുടെ പരീക്ഷാഫലം 1ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രൊഫസർ സാബു തോമസിന് സദ്ബയേബ് സർവകലാശാലയുടെ ആദരവ്. PG സെക്കൻഡ് സെം ബയോ നാനോ ടെക്നോളജി, ഫിഷറി ബയോളജി ആൻഡ് അക്വാകൾച്ചർ റിസൾട്ടുകൾ വന്നു. വൈവാവോസി 3ാം സെമസ്റ്റർ MBA പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത്. പ്രാക്ടിക്കൽ 5ാം സെമസ്റ്റർ CBSE BA മൾട്ടിമീഡിയ, BA ഓഡിയോഗ്രഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിംഗ്, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. 4ാം സെമസ്റ്റർ BSc ജിയോളജി ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. 5ാം സെമസ്റ്റർ BVOC അഗ്രികൾച്ചർ ടെക്നോളജി. പരീക്ഷ അപേക്ഷിക്കാൻ 1ാം സെമസ്റ്റർ B.Ed, 3ാം സെമസ്റ്റർ B.Ed, 4ാം സെമസ്റ്റർ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ. പരീക്ഷാഫലം 2ാം സെമസ്റ്റർ PGCSS മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ബയോ ഇൻഫർമാറ്റിക്സ്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ സ്പേസ് സയൻസ്. 2ാം സെമസ്റ്റർ PGCS മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ബയോടെക്നോളജി. 2ാം സെമസ്റ്റർ PGCS മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫിഷറി ബയോളജി ആൻഡ് അക്വാകൾച്ചർ. പ്രൈവറ്റ് UG PG നവംബർ 30 വരെ അപേക്ഷിക്കുക. പരീക്ഷാ തീയതി മാറ്റി. ഡിസംബർ 10 തീയതി നടത്തായിരുന്ന 5ാം സെമസ്റ്റർ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് കൾണറി ആർട്ട് പരീക്ഷ നവംബർ 30 പുനഃക്രമീകരിച്ചു. പരീക്ഷാ സമയപരിധി നീട്ടി. 1ാം സെമസ്റ്റർ B.Ed ഫീസ് അടയ്ക്കാനുള്ളത്. പരീക്ഷാഫലം 3-4 സെമസ്റ്റർ PGCS MSc മാത്തമാറ്റിക്സ് സമയപരിധി നീട്ടി. പരിശീലന പരിപാടി നടത്തി. പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു. പരീക്ഷാ തീയതി 3ാം സെമസ്റ്റർ MBA. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ 3ാം സെമസ്റ്റർ MBS, 2ാം സെമസ്റ്റർ BPS. പ്രാക്ടിക്കൽ 6ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബേസിക് സയൻസ് ഫിസിക്സ്. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. 5ാം സെമസ്റ്റർ ഡബിൾ മെയിൻ പരീക്ഷ ഡിസംബർ 9 ആരംഭിക്കും. ഫീസ് അടയ്ക്കാൻ വന്നായിരുന്നു. PhD ഗൈഡ് പ്രൊഫൈൽ അപ്ഡേഷൻ. പരീക്ഷാഫലം 1ാം സെമസ്റ്റർ MSc ബോട്ടണി ന്യൂ ജനറേഷൻ്റെ പ്രാക്ടിക്കൽ വിദൂര വിദ്യാഭ്യാസം. 3-4 സെമസ്റ്റർ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. 5th സെമസ്റ്റർ BA ഓണേഴ്സ് പരീക്ഷാ ഫീസ് അടയ്ക്കാൻ. ഫസ്റ്റ് സെമസ്റ്റർ B.Ed ഫീസ് അടയ്ക്കാൻ വന്നു. ഡിസംബർ 11 മുതലാണ് പരീക്ഷ. 5ാം സെമസ്റ്റർ യൂണിറ്ററി LLB ഫീസ് അടയ്ക്കാൻ വന്നു. ജനുവരി 7 മുതൽ. പരീക്ഷാ വിജ്ഞാപനം. ഡിസംബറിൽ നടത്തുന്ന 1ാം സെമസ്റ്റർ B.Ed പരീക്ഷയുടെ 6ാം സെമസ്റ്റർ BTech പാർട്ട് ടൈം ടൈം ടേബിൾ. വിദൂര വിദ്യാഭ്യാസം 4ാം സെമസ്റ്റർ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപേക്ഷ ക്ഷണിക്കുന്നു. സൂക്ഷ്മ പരിശോധന. പ്രാക്ടിക്കൽ പരീക്ഷ പുനഃക്രമീകരിച്ചു. പരീക്ഷാഫലം, പരീക്ഷാ വിജ്ഞാപനം, വൈവാവോസി, കോംപ്രഹെൻസീവ് വൈവാവോസി. പരീക്ഷാഫലം 1ാം സെമസ്റ്റർ MA ഫിലോസഫി, 1ാം സെമസ്റ്റർ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, 3ാം സെമസ്റ്റർ MSc സുവോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. പ്രാക്ടിക്കൽ ഡേറ്റുകൾ
ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.